ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. നിലവിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് വി.എസ്. രാഹുൽ ജിനാഥ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. വി.എസിന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തന്നെ തുടരുകയാണല്ലോ. ഈ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുകയും മറ്റും ചെയ്യുന്നുണ്ടോ? ആശുപത്രിയിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? മോത്തി അങ്ങനെ തന്നെയാണ്. ഈ തൽസ്ഥിതിയിൽ തുടരുകയാണ്. എന്തായാലും വെന്റിലേറ്റർ സഹായം അത് നിലനിർത്തിയിട്ടുണ്ട്. ആദ്യഘട്ടം മുതൽ ഇത്തരത്തിൽ ഹൃദയാഘാതം ഉണ്ടാകുന്നു. കൊണ്ടുവരുന്ന ഘട്ടത്തിൽ തന്നെ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനെ SUT ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തിൽ തന്നെ 2 ഹൃദയാഘാതം ഉണ്ടാകുന്നു. പിന്നീട് ഈ വൃക്കയ്ക്ക് തകരാറുണ്ടാകുന്നു. അങ്ങനെ 72 മണിക്കൂർ നീണ്ട ഡയാലിസിസ് ചെയ്യുന്നു. അത് വിജയമായി. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നിയന്ത്രിക്കാനൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. വിദഗ്ധ സംഘമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അപ്പോഴൊക്കെ മെഡിക്കൽ ബുള്ളറ്റിനിൽ ആവർത്തിച്ച വരി അത് തൽസ്ഥിതിയിൽ ആരോഗ്യം തുടരുന്നു, മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്നും ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. എന്തായാലും മകൻ അരുൺകുമാറും ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പിതാവിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മെഡിക്കൽ ബുള്ളറ്റിൻ ഉദ്ധരിക്കാതെ കുറച്ചുകൂടി കടന്ന്, അതായത് മരുന്നുകളോട് പ്രതികരിക്കുന്നു, തിരികെ വരും, അച്ഛൻ തിരികെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഡോക്ടർമാരും അതേ പ്രതീക്ഷ പങ്കുവെക്കുന്നു എന്ന തരത്തിലാണ് കാര്യങ്ങൾ പങ്കുവെച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്രയും ദിവസം നീണ്ട ഏതാണ്ട് ഒരാഴ്ചയോളം എടുക്കുന്നു. വിദഗ്ധ ഡോക്ടർമാരുടെ ചികിത്സയിലാണ് ഇപ്പോൾ എന്തായാലും ഉള്ളത്. ഈ അവയവങ്ങളുടെ, അതായത് ഈ ശ്വാസകോശമാകട്ടെ, വൃക്കയാകട്ടെ, ഹൃദയമാകട്ടെ, അതിലേക്ക് നിയന്ത്രിക്കാനുള്ള എന്തായാലും ഈ നിയന്ത്രിക്കാനുള്ള ചികിത്സയിലാണ്. അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുവരാനുള്ള ചികിത്സയിലാണ് ഇപ്പോൾ ഉള്ളത്. വിദഗ്ധ ചികിത്സയിൽ ഇപ്പോൾ അച്യുതാനന്ദൻ തുടരുകയാണ്. ശരി രാഹുൽ. വി.എസ്. അച്യുതാനന്ദന്റെ സ്ഥിതിയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. രാഹുൽ ജിനാഥാണ് വിവരങ്ങൾ പങ്കുവച്ചത്.